പുറപ്പെട്ടു. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ഇരുവരും അങ്ങോട്ടേക്ക് എത്തുക. രാജ്ഭവനിൽ ഏതാണ്ട് 900 പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം പാർട്ടി അനുഭാവികൾ. കോൺഗ്രസ് എസും കേരള കോൺഗ്രസ് ബിയും LDFിലെ ഘടകകക്ഷികളാണ്. പ്രാദേശികമായി ഏറെ പ്രാധാന്യമുള്ള കക്ഷികൾ കൂടിയാണ്. ഒരു MLAമാർ മാത്രമുള്ള കക്ഷികളാണ്. അവരുടെ പ്രതിനിധികളൊക്കെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. VVIPകൾക്കായി തൊട്ടുമുന്നിൽ കൃത്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മിക്ക മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. VV അരുണൻ അവിടെ ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അരുൺ അവിടെ നിന്ന് പുറപ്പെട്ടു, രണ്ടുപേരും എന്നാണ് മനസ്സിലാകുന്നത്. ഏതാനും നിമിഷങ്ങൾ മതി രാജ്ഭവനിലെത്താൻ. ഇപ്പോൾ തന്നെ സദസ്സ് നിറഞ്ഞു കഴിഞ്ഞോ? രീതിയിൽ ആൾക്കൂട്ടം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി മുൻനിരയിൽ മാത്രമാണ് ആളുകൾ നിറയാനുള്ളത്. മറ്റ് നേതാക്കൾ, ഇടതുമുണ്ട് പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് എസിൻ്റെയും കേരള കോൺഗ്രസ് ബിയുടെയൊക്കെ പ്രവർത്തകരും ഈ നിയുക്ത മന്ത്രിമാരുടെ ബന്ധുക്കളുമൊക്കെ ഇതിനകം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അല്പസമയത്തിനകം നിയുക്ത മന്ത്രിമാരും ഇവിടേക്ക് എത്തിച്ചേരും. 3:45 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇപ്പോഴും ഈ വകുപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അത് ഏത് തരത്തിലുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം ഇപ്പോഴും ലഭ്യമാകുന്നില്ല. തുറമുഖ വകുപ്പിലടക്കം ഒരുപക്ഷെ മാറ്റം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല തരത്തിലുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ വകുപ്പുകൾ സംബന്ധിച്ച് വലിയൊരു സസ്പെൻസ് ഈ ഘട്ടത്തിലും നിലനിൽക്കുന്നു. ചെറിയ മാറ്റങ്ങളെങ്കിലും ഉണ്ടാകാം നേരത്തെ പറഞ്ഞതിൽ നിന്ന് അപ്പുറത്തേക്ക്. അത് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയൂ. ഇപ്പോൾ കാണുന്നത് മുൻ വ്യവസായ സെക്രട്ടറി T. ബാലകൃഷ്ണൻ, അദ്ദേഹം KB ഗണേഷ് കുമാറിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്. അടുത്ത ബന്ധുക്കൾ, അത്തരം കുടുംബാംഗങ്ങളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. മുൻ MLAമാരും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ പ്രമുഖർ പലരും ഇതിനകം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും ഈ വകുപ്പുകളുടെ കാര്യമാണ് ഇനിയും ഒരു വ്യക്തത വരേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലൊക്കെ പങ്കെടുത്ത ശേഷമാണ്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അദ്ദേഹത്തിനും ഒരുപക്ഷെ വ്യക്തമാകണം. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ, TP രാമകൃഷ്ണൻ MLA CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയാണ്. അത്തരം ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. MLA KV സുമേഷ് MLA ഉൾപ്പെടെയുള്ള CPMൻ്റെ MLAമാരിൽ പ്രധാനികളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും വകുപ്പുകളുടെ കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യം തന്നെയാണ് ഏറ്റവും വലിയ അഭ്യൂഹമായി നിൽക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. സംസാരിക്കുമോ ആരോടും ഈ പുതിയ മന്ത്രിമാരുടെ മുഖമിനുക്കലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പറയാനുണ്ടാകുമോ? സ്വാഭാവികമായ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ലഭ്യമാകേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാനാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നിരവധി നേതാക്കൾ, ഉദ്യോഗസ്ഥർ ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഇതിൻ്റെ അവസാനവട്ട ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി കുറച്ചുകൂടി ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കാൻ പിന്നെ വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് തന്നെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുകയാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വവുമൊക്കെ. എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് EP ജയരാജൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. എല്ലാം വളരെ ഭംഗിയായി നടക്കും. അതാണ് കേരളം, അതാണ് LDF. വളരെ സന്തോഷത്തോടുകൂടി ജനങ്ങളാകെ വലിയ പ്രതീക്ഷയോടുകൂടി ഗവൺമെൻറ്റിനെ കാണുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ ചലനങ്ങളും നല്ലതുപോലെ നിരീക്ഷിച്ച് ബഹുജനങ്ങളാകെ ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ്. നല്ല ഒരു അന്തരീക്ഷം കേരളത്തിലാകെ വളർന്നു വരികയാണ്. സാധാരണ ഈ UDFിലൊക്കെ മന്ത്രിമാർ മാറുകയും പുതിയ ആൾ വരും, വലിയ ബഹളം ഒച്ചപ്പാടുണ്ടാവും. അതൊന്നും ഉണ്ടാകാതെ എങ്ങനെയാണ് ഇടതുമുന്നണി മാനേജ് ചെയ്യുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് അതാണ്. നയത്തിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനതാൽപര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണ് LDF. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളേ ഇല്ല. ഞങ്ങളെല്ലാം ഒരു ടീമായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ തീരുമാനിച്ച തീരുമാനങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നടപ്പിലാക്കുന്നു. ആ പ്രത്യേകത ഇടതുപക്ഷ മുന്നണിക്കുണ്ട്. ഈ വകുപ്പുകൾ തീരുമാനിക്കേണ്ട മുഖ്യമന്ത്രിയാണ്. എങ്കിലും ചില സസ്പെൻസ് ഉണ്ടാകുമോ ഈ വകുപ്പുകളുടെ? സസ്പെൻസ് ഉണ്ടായാലല്ലേ നിങ്ങൾക്ക് പത്രക്കാർക്ക് ഒരു ഊർജ്ജം ഉണ്ടാവും. ആ സസ്പെൻസ് പ്രഖ്യാപനം വരെ തുടരട്ടെ, കാത്തിരിക്കാന്നുള്ളതാണ്. തീർച്ചയായും കാത്തിരിക്കും. അതിനെയാണ് സസ്പെൻസിന് കാത്തിരിക്കുമെന്നാണ് അദ്ദേഹം
പറയുന്നത്. സ്വാഭാവികമായും എന്താണ് മാറ്റം, നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പുറത്തേക്ക് എന്താണ് മാറ്റം എന്ന കാര്യം ഇനിയും വ്യക്തമല്ല. സ്വാഭാവികമായും ചില മാറ്റങ്ങൾ ഉണ്ടാകാം. നേതാക്കളൊക്കെ ടി.പി. രാമകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ട്. അവരെല്ലാം ഈ CPM സെക്രട്ടറിയിൽ പങ്കെടുത്തിട്ട് വന്ന നേതാക്കളാണ്. പക്ഷേ നമുക്കറിയാം CPM ഒരു സംഘടനാ രീതി, അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി കാര്യങ്ങൾ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ അവരാരും വെളിപ്പെടുത്താൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ്. മന്ത്രിമാർക്കും നൽകേണ്ട വകുപ്പുകൾ ഏതൊക്കെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി അത് ഗവർണർക്ക് മുമ്പാകെ നിർദ്ദേശമായി വയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഗവർണർ അംഗീകരിക്കും. അതിനപ്പുറത്തേക്ക് കാര്യമായ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആർക്കും അതിൽ റോളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവരും ഇവിടേക്ക് എത്തുന്നു. പ്രധാനപ്പെട്ട ആളുകളൊക്കെ, അതായത് മന്ത്രിസഭയിലെ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും ഇവിടേക്ക് എത്തുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. വളരെ ഇടതുമുന്നണി വിചാരം പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ മന്ത്രിമാരുടെ മാറ്റം നമുക്കറിയാം, ഒരു തദ്ദേശ സ്ഥാപനത്തെ അധ്യക്ഷൻ പോലും മാറാൻ നിർദ്ദേശിക്കുമ്പോൾ അന്നിവിടെ ഉണ്ടാകുന്ന ബഹളങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നേരത്തെ രഞ്ജിത്ത് തന്നെ ഒരു ബുള്ളറ്റിൽ പറഞ്ഞതുപോലെ ഇല വീഴുന്ന ശബ്ദം പോലും ഉണ്ടാകാത്ത തരത്തിൽ ഈ അനായാസം ഇടതുമുന്നണി അത് സാധ്യമാക്കിയിരിക്കുന്നു. ഇനിയും ആ രീതിയിലൊരു യോജിപ്പോടെ മുന്നോട്ട് പോകാമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. വകുപ്പുകളുടെ കാര്യത്തിലും കെ.ബി. ഗണേഷ് കുമാറിനെ ഒരു വകുപ്പ്, സിനിമാ വകുപ്പ് വേണമെന്ന് ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. പക്ഷേ അത് നൽകാനാകില്ല നിലപാട് CPM നേതൃത്വം, മുഖ്യമന്ത്രിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളും ഇനി ഉണ്ടാകില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അതിനപ്പുറത്തേക്ക് കാര്യമായ തർക്കങ്ങളോ അല്ലെങ്കിൽ പിണക്കങ്ങളോ ഒന്നും ഈ ഇടതുമുന്നണിയുടെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സിനിമാ രംഗത്തെ പ്രമുഖരൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്ക് പോകാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇതിലേക്ക് വരാനും ഏതായാലും നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത് സ്ഥാനമൊഴിഞ്ഞ മന്ത്രിമാർ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും കൂടി ഈ ചടങ്ങിൻ്റെ ഭാഗമാകുമോ എന്നുള്ളതാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടുപേരും ഈ ചടങ്ങിൻ്റെ ഭാഗമാകണം. കാരണം അധികാര കൈമാറ്റം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. പക്ഷേ വകുപ്പുകൾ സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേ വകുപ്പുകൾ തന്നെയാണോ? ഇപ്പോൾ P. ജയരാജനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കണ്ണൂരിൻ്റെ കരുത്തരായ നേതാക്കളൊക്കെ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. മന്ത്രിമാരടക്കം അങ്ങോട്ടേക്ക് എത്തുന്ന പശ്ചാത്തലം, സാഹചര്യം നമുക്ക് കാണാം. മന്ത്രി ജെ ചിഞ്ചുറാണി അവരും അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. എം പി ജയരാജൻ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്ന ദൃശ്യങ്ങൾ കൂടി പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നുണ്ട് ഈ ചടങ്ങ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഇതിനോട് ചേർത്ത് വായിക്കണം. എം പി ജയരാജൻ ഉണ്ട് അവിടെ. നമുക്ക് നേരത്തെ ഗണേഷ് കുമാർ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചത് തൻ്റെ വകുപ്പിൽ അവതാരങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നിയുക്ത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ന്യൂസ് 8 പറഞ്ഞത്. ഇടനിലക്കാരെ അടുപ്പിക്കില്ല, ജനങ്ങൾക്ക് താനുമായി നേരിട്ട് ബന്ധപ്പെടാം, പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറച്ചത് മുൻകാല അനുഭവം കൊണ്ടാണെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവരുടെ മനസ്സിനനുസരിച്ചുള്ളൊരു ഭരണം പ്രതീക്ഷിക്കാം. എന്നെക്കൊണ്ട് കഴിയുന്നതിന് പരമാവധി ഞാൻ നീതി പുലർത്തുകയും സത്യസന്ധത പുലർത്തുകയും കറപ്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ മുഖമുദ്ര തന്നെ കറപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് എടുക്കും. കർശനമായ ചെലവ് ചുരുക്കൽ ചെലവ് ചുരുക്കിയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അത് വളരെ സ്റ്റൈലായിട്ടുള്ള ചെലവ്, വേറെ ആവശ്യമില്ലാത്ത ചെലവ് ചുരുക്കല്ല. മാക്സിമം അനാവശ്യമായ ചെലവുകളെല്ലാം ഒഴിവാക്കും. ഒരു പൈസ പോലും നമുക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ അതിന്റെ ചോർച്ച അടയ്ക്കണം. അടച്ചു കഴിയുമ്പോൾ തൊഴിലാളികൾക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം കൈവരും. ഒരു പരിധിവരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വി അരുൺ അവിടെ ഉണ്ട്. അരുൺ, അവിടെ പ്രധാനപ്പെട്ട സിനിമാ രംഗത്തെ ആളുകളൊക്കെ ഉണ്ട്. അവരുടെ വാക്കുകൾ. എല്ലാ നന്മകളും അദ്ദേഹത്തിൽ നിന്ന് മലയാളികൾ പ്രതീക്ഷിക്കുന്നു. അത് എല്ലാം വളരെ സ്നേഹത്തോടു കൂടി നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോഹൻലാലുമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള ആളാണ് ഗണേഷ്. ആ ബന്ധത്തെ എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങൾ ശരിക്കും അത് എന്താ പറയുക, ഒരു കുടുംബത്തിൽ ഞങ്ങൾക്ക് ലാൽ സാറും ഗണേശ് ചേട്ടനുമായിട്ട് ഞാനൊക്കെ കാണുന്നത് മോഹൻലാൽ സാറിൻ്റെ കുടുംബത്തിലെ ഒരു ആളായിട്ടാണ് ഗണേശ് ചേട്ടനെ ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത്. വലിയ സന്തോഷമാണ്. ഇത് നടക്കുന്ന സമയത്ത് മോഹൻലാൽ സാറിന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും, മോഹൻലാൽ സാറിൻ്റെയും ഞങ്ങളുടെയും മലയാള സിനിമയുടെയും മലയാള സിനിമ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം ഔദ്യോഗികപ്പെട്ട സിനിമ തന്നെ വേണ്ടതെന്നിരിക്കുമ്പോഴാണ് നേരിലേക്ക് ഒരു ക്ഷണം വരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി കോൾ ഷീറ്റ് അടക്കം, ഷെഡ്യൂൾ അടക്കം മാറ്റിയെന്നും പറഞ്ഞു.
തീർച്ചയായിട്ടും അത് അഭിനയിക്കാൻ ഗണേശന് പറ്റാത്തൊരു സാഹചര്യം, ഡേറ്റ്സിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഗണേശേട്ടൻ പറഞ്ഞ സത്യമാണ്. അപ്പോൾ ആ ദിവസങ്ങൾ മോഹൻലാൽ സാർ തന്നെ പറഞ്ഞു അത് ഗണേശൻ ആ സിനിമയിൽ വരുന്നത്, പ്രത്യേകിച്ചും അവർ ലാൽ സാറും ഞാൻ ആദ്യം പറഞ്ഞല്ലോ അവരൊരു കുടുംബം പോലെ കഴിയുന്നവരാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സൗഹൃദങ്ങളും പങ്കുവച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് അതൊരു വലിയൊരു കാര്യമായിട്ട് പറയുന്നില്ല. കാരണം ഒരു മന്ത്രിയുടെ ഡേറ്റാണ് അടുത്ത സിനിമയ്ക്ക് വേണമെങ്കിൽ വേണ്ടി വരുന്നത്. അല്ല, തീർച്ചയായിട്ടും അത് അഭിമാനമുള്ള കാര്യമാണ്. കാരണം മലയാളത്തിൽ മന്ത്രിയായിരിക്കുന്ന സമയത്തും നമ്മളുടെ ആശീർവാദിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സിനിമയിലും മറ്റ് സിനിമകളിലും എല്ലാം അഭിനയം നിർത്താൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, കാരണം ഇതിൽ തന്നെ നിൽക്കേണ്ടതാണെന്നൊക്കെ എൻ്റെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ സംസാരിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് മന്ത്രിയായിരിക്കുമ്പോഴും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ സാധിക്കും എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ആന്റണി പെരുമ്പാവൂരാണ് സംസാരിച്ചത്. നമുക്കറിയാം, നമുക്ക് നേര് സിനിമയിൽ ഗണേഷ് കുമാർ വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഒരു വേഷം ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഈ സിനിമയിൽ ഇനിയും തുടർന്ന് അഭിനയിക്കും. മന്ത്രിയായാലും അഭിനയിക്കും. മന്ത്രിയുടെ കോൾ ഷീറ്റ് വാങ്ങാനും ആണെങ്കിൽ പോലും വീണ്ടും എത്തുമെന്ന പ്രതീക്ഷയാണ് ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ചത്. മോഹൻലാലിനെ ഇന്ന് വരാൻ അദ്ദേഹം ആഗ്രഹിച്ചു, പക്ഷേ വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് പ്രതിയായി കൂടിയാകാം ഒരുപക്ഷെ ആന്റണി പെരുമ്പാവൂർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അത്തരത്തിൽ സിനിമാ മേഖലയിൽ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മന്ത്രിസ്ഥാനമാണ് സ്വാഭാവികമായും കെ വി ഗണേഷ് കുമാറിന്. ഗണേഷ് കുമാറിൻ്റെ അദ്ദേഹം സിനിമാ വകുപ്പ് ലഭിച്ചില്ലെങ്കിൽ പോലും സിനിമാ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിര നടന്മാരിൽ ഒരാളാണ് കെ വി ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ സിനിമാ മേഖല വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഗണേഷ് കുമാറിൻ്റെ ഈ സ്ഥാനലബ്ധിയെ കാണുന്നതെന്ന് വ്യക്തമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ MLA മാർ അടക്കമുള്ളവരെ കാണാം. ആന്റണി ജോണും കെ വി സുമേഷും TP രാമകൃഷ്ണൻ, അതുപോലെ MV ജയരാജനുണ്ട്. മറ്റ് രാഷ്ട്രീയ രംഗത്തെ പാർട്ടി ഇടതുമുണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെയൊക്കെ നേതാക്കൾ ഇവിടെയുണ്ട്. ഇത്തരത്തിൽ TP രാമകൃഷ്ണൻ ഏതായാലും വീണ്ടും ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് വന്നൊക്കെയാണ്. അങ്ങനെയുണ്ട് ഒരു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെ ശക്തമായി മുമ്പോട്ട് പോവുകയാണ്. ആ മുൻപോട്ടുള്ള ഗതിയിൽ ഈ 2 പുതിയ മന്ത്രിമാരാണെങ്കിലും മുന്നണിയുടെ ഭാഗമാണ്. കൂടുതൽ ശക്തമായി മുമ്പോട്ട് പോകും. ഗവൺമെൻറ്റിന് കൂടുതൽ ശക്തി പകരുന്നതാണ്. മാറ്റങ്ങൾ മുന്നണിയുടെ പൊതുവിലുള്ള ഗുണം ചെയ്യുമോ? ഈ മാറ്റം ഒന്നിൻ്റെ തുടർച്ചയാണ്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ്. ആ നിലയിൽ ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരാണ്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് MV ജയരാജൻ. കണ്ണൂരിൽ നിന്നൊരു മന്ത്രി കൂടി വരികയാണ്. അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ ഇവർ രണ്ടുപേരും മന്ത്രിമാരായിരുന്നു. അന്ന് ജനകീയ അംഗീകാരം നേടിയവരാണ്. LDF സർക്കാർ 2021 രണ്ടാമതും അധികാരത്തിൽ വരുന്ന സമയത്തുണ്ടാക്കിയ മുന്നണിയിലെ ധാരണ പ്രകാരമാണ് ഈ മാറ്റം. പോയ 2 മന്ത്രിമാരും കഴിവ് തെളിയിച്ചവരാണ്. സംതൃപ്തിയോടുകൂടിയാണ് അവർ 2 വകുപ്പും കൈകാര്യം ചെയ്തു പോയത്. പുതിയ മന്ത്രിമാരായ ആളുകൾ, നേരത്തെ മന്ത്രിമാരായിരുന്ന ആളുകളും ജനകീയ അംഗീകാരം നേടിയതും കൊണ്ട് അവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. LDF സർക്കാരിൻ്റെ ഒരു പ്രത്യേകത ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ കൂട്ടായ്മയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അവർക്ക് കഴിയും. ഇതിനകം വാഗ്ദാനങ്ങൾ പാലിച്ച് തെളിയിച്ചു കൊടുത്തതാണ്. അതിനാണ് പരിചയസമ്പന്നരാണ് 2 മന്ത്രിമാരും. 3-ാം തവണയാണ് കെ വി ഗണേഷ് കുമാറും രാമേന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാകുന്നത്. ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ മറ്റു പ്രത്യേകത കൂടിയുണ്ട്. UDF-നൊപ്പവും LDF-നൊപ്പവും മന്ത്രിസഭയിലെത്തുക എന്ന അപൂർവത അദ്ദേഹത്തിന് അപൂർവ ചില മന്ത്രിമാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ ഒരു നിരയിലേക്കാണ്, ആ ഒരു ക്ലബിലേക്കാണ്, ആ ഒരു പട്ടികയിലേക്കാണ് കെ വി ഗണേഷ് കുമാർ എത്തുന്നത്. AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ഒപ്പം മന്ത്രിയായിരുന്ന ആളാണ് കെ വി ഗണേഷ് കുമാർ. ഇപ്പോൾ പിണറായി വിജയനൊപ്പവും മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇവിടെ എത്തുന്നു. അദ്ദേഹം നേതാക്കളുടെ ആശംസകൾ ഏറ്റുവാങ്ങുകയാണ്. കെ വി സുമേഷ് MLA ഉണ്ട്, TP രാമകൃഷ്ണൻ MLA, MV ജയരാജ് തുടങ്ങിയ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ ആശംസ ഏറ്റുവാങ്ങുകയാണ്. ശങ്കർ, അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ ആശങ്ക ഏറ്റുവാങ്ങുകയാണ് കെ വി ഗണേഷ് കുമാർ. ഇവിടെ EP ജയരാജനുണ്ട്, ഇടതുമുന്നണി കൺവീനർ. അദ്ദേഹവുമായി കെ വി ഗണേഷ് കുമാർ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്. വളരെ നിർണായകമായ നിമിഷങ്ങൾ. കെ വി ഗണേഷ് കുമാർ വീണ്ടും 3-ാം തവണ മന്ത്രിസഭയിലേക്ക് എത്തുന്ന സുപ്രധാനമായ ദിവസമാണെന്ന്. അത് ഇത്തവണ പിണറായി മന്ത്രിസഭയിലേക്ക് അദ്ദേഹം എത്തുന്നു. 3-ാം തവണ അദ്ദേഹം മന്ത്രിയാകുന്നു. ആ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അതിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേതാക്കളുമായി, MLA മാരുമായി, മുന്നണി നേതാക്കളുമായും ഒക്കെ കെ വി ഗണേഷ് കുമാർ സൗഹൃദം പങ്കിടുന്ന കാഴ്ചയാണ് നമ്മൾ
നമുക്കിവിടെ നിന്നിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഏതായാലും നമുക്കറിയാം, നിയമസഭയിലും ഭരണ മുന്നണിയിലും അതുപോലെ പ്രതിപക്ഷത്തുമൊക്കെ നിരവധി സുഹൃത്തുക്കളുള്ള ഒരാളാണ് കെ വി ഗണേഷ് കുമാർ. സ്വാഭാവികമായും അദ്ദേഹത്തിന് വലിയ സൗഹൃദപരിയും യുവ MLA-മാരുമായി ഒക്കെ വലിയ അടുപ്പമുള്ള ആൾ കൂടിയാണ് കെ വി ഗണേഷ് കുമാർ. അദ്ദേഹമാണ് ഇവിടെ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയിട്ടുള്ളത്. ഇനി ഏകദേശം അരമണിക്കൂർ മാത്രമാണ് ബാക്കി. കെ വി ഗണേഷ് കുമാറും രാമേന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പിണറായി മന്ത്രിസഭയിലേക്ക് എത്താൻ അരമണിക്കൂർ മാത്രം ബാക്കി. അതിനൊപ്പം നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെയുള്ള അസാധാരണമായ ഒരു രാഷ്ട്രീയ കൂടിക്കാഴ്ച ഗവർണറും മുഖ്യമന്ത്രിയും ഇത്തരത്തിലുള്ള അത്യപൂർവമായ ഒരു രാഷ്ട്രീയ കാഴ്ച കൂടി ഇന്ന് ഇവിടെ രാജ്ഭവനിൽ കാണാനാകും. അതിനുള്ള ക്രമീകരണങ്ങൾ അവസാന വട്ടത്തിലേക്ക് കടക്കുന്നു. മന്ത്രിമാരുമായും സൗഹൃദം പങ്കിടുകയാണ് കെ വി ഗണേഷ് കുമാർ. ഒരു തികച്ചും ജനകീയനായ മന്ത്രിയായിരുന്നു അദ്ദേഹം. ആന്റണി മന്ത്രിസഭ വരുമ്പോഴും പിന്നീട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന് അപ്പോൾ 2 തവണയും മന്ത്രിപദത്തിൽ കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിലും വളരെ മികച്ച മന്ത്രി എന്ന പേരെടുത്ത ആളാണ് കെ വി ഗണേഷ് കുമാർ. മന്ത്രി കെ രാജൻ, ചിഞ്ചുറാണിയും അടക്കമുള്ളവർ ഇവിടെ മുൻനിരയിൽ തന്നെ ഉണ്ട്. കെ കൃഷ്ണൻകുട്ടിയുണ്ട്. പാർട്ടികളുടെ പ്രതികളായി കൂടിയാണ് അവർ. ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. സത്യപ്രതിജ്ഞയുടെ ഒരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നടക്കാൻ കാര്യങ്ങൾ, ഇതിൽ പ്രോട്ടോകോൾ വിശദീകരണമാണ് ഇപ്പോൾ മറ്റ് ഉദ്യോഗസ്ഥർ കെ വി ഗണേഷ് കുമാറുമായി പങ്കുവയ്ക്കുന്നത്. മന്ത്രി കെ വി ഗണേഷ് കുമാർ അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം എത്തി. അദ്ദേഹം മറ്റ് മന്ത്രിമാർക്കൊപ്പം വേദി പങ്കിടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അല്പസമയത്തിനകം രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ന്യൂസ് 18നോട് കെ വി ഗണേഷ് കുമാർ പല കാര്യങ്ങളും പങ്കുവച്ചിരുന്നു. ആദ്യമായി അദ്ദേഹം അഭിമുഖം തന്നതും ന്യൂസ് 18 ആണ്. ആ വാക്കുകളിലേക്കൊക്കെ വരാം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം.